+2 ഫലം നാളെ. എടീ ചൂന്റെ റിസൾട്ടേ നാളെയാ വരുന്നേ. ഞാനെന്നാ അങ്ങോട്ട് ഇറങ്ങുവാ. എടാ നാളെ വൈകിട്ട് റിസൾട്ട് വരുമോ? ഉറപ്പാണോ? എന്റെ റിസൾട്ട് കൂടെ നീ നോക്ക്, എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ശരി. എടിയേ, ബന്ധുക്കൾ ആരെങ്കിലും വന്നു തുടങ്ങിയോ? അച്ചോ, ദേ അമ്മാവൻ. മക്കളെ, അമ്മാവനിങ് എത്തി. ഇനി നിന്റെ റിസൾട്ടും വന്നു. ഒരു ലഡുവും കഴിച്ചിട്ടേ അമ്മാവൻ പോകുന്നുള്ളൂ. കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. അളിയൻ ടെൻഷനിലായിരിക്കും. ഇതുവരെ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് കുറച്ച് ടെൻഷൻ അങ്ങ് അടിച്ചാലോ? അളിയൻ എന്താ ഉദ്ദേശിച്ചത്? അല്ല, അളിയന്റെ പെങ്ങളെ ഞാൻ കെട്ടിയപ്പോഴും ഒന്നും തന്നില്ല. അളിയന്റെ മോനാണെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞ് ഏതെങ്കിലും കോഴ്സൊക്കെ എടുക്കുന്ന സമയമാകുമ്പോൾ ഈ വീട് ഭാഗം ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു. നാളെ ആ റിസൾട്ട് വരുന്നത്. അന്ന് അളിയൻ ഇതുപോലെ ഇട്ടോണ്ടിരുന്നപ്പോ നാത്തൂനുണ്ടായിരുന്നു അവിടെ, ഇല്ലായിരുന്നോ? നാത്തൂ മറക്കുവോ? നാത്തൂ മറക്കത്തില്ല, ചിലപ്പോ അളിയൻ മറക്കും. ഒന്ന് പറഞ്ഞു കൊടുക്കണേ. മോന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാ നമുക്ക് സെറ്റ് ആക്കാന്നേ. അളിയ, ഞാനത് കഴിഞ്ഞേ പോകുന്നുള്ളൂ. നാത്തൂനെ കുറച്ച് വെള്ളം തിളപ്പിക്ക, ഭയങ്കര ക്ഷീണം. ഞാൻ അളിയൻ പേടിക്കണ്ട മോനെ, ടെൻഷൻ അടിക്കണ്ട. മോന്റെ റിസൾട്ട് വന്നിട്ടേ ഈ മാമൻ പോത്തുള്ളൂ. ഓ കാലൻ. എടാ കിച്ചുവേ, മോനെ എവിടെടാ നീ? ഇതാണ്ട് ഒരു കാലം പോയപ്പോ നല്ല അടുത്ത കാലന്മാര്. എന്തുവാ സുഭാഷ് അണ്ണ, രതീഷ് അണ്ണ? നാളെ അണ്ണന്റെ റിസൾട്ട് വരുമോ? ഇല്ലയോ? ഇരി. ആണെണ്ണ കഴിഞ്ഞ വട്ടം ഷിയാസിന്റെ റിസൾട്ട് വന്ന മോൻ ഓർമ്മയുണ്ടോ? എന്തുവായിരുന്നു പോളിങ്? ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്ത് നോക്ക്. എന്തൊക്കെയായിരുന്നു വേണ്ട? അണ്ണ പെരി പെരി വലിയ ഫുള്ള്. ആദ്യം സൂപ്പിൽ തുടങ്ങും. അണ്ണ മട്ടന്റെ സൂപ്പ് എടുത്തു, വില കൂടി. ചിക്കൻ ചിക്കൻ, അമേരിക്കൻ സോസ്, ടൊമാറ്റോ ഫ്രൈ, മഷ്റൂം, ഗോബി മഞ്ചൂരി, വെജ് കുറുമ, ചില്ലി പനീർ, ചില്ലി ഗോബി, വെജ് കടായി. ഇതെല്ലാം ഓരോ പ്ലേറ്റ് കൂടി വന്നേ, പേരറിയാത്തോണ്ട. കൊണ്ടുവാ 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 കൊണ്ടുവാ. അങ്ങനെ സ്റ്റാർട്ടർ വന്നു. കഴിഞ്ഞ മോൻ പറഞ്ഞിട്ട് 8000 രൂപയുടെ ചെലവാ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ തവണ ഉണ്ട് 8000 + 2000 = 10000 രൂപയുടെ ചെലവ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ അണ്ണ? മോനെ, അമ്മാവനുള്ള ചെലവ് സെപ്പറേറ്റ് വേണം കേട്ടോ. എന്നാ ശരി അണ്ണ, നാളെ വൈകിട്ട് കാണാം. ശരി, നാളെ വൈകിട്ട് കാണാം. അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു 10000 രൂപ കടം മേടിക്കണം. വീട് ഭാഗം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ 4 പേർക്കായിട്ട് ചെയ്യേണ്ടി വരും. ആകെ 5 സെന്റേ ഉള്ളൂ. അത് 4 പേർക്കായിട്ട് ഭാഗം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചായ്പ് വെക്കാൻ പോലും സ്ഥലം കാണത്തില്ല. അല്ലെങ്കിൽ അച്ഛനോട് 9000 കടം ചോദിക്കാം. 1000 എന്റെ കയ്യിലുണ്ടല്ലോ. അച്ഛാ, എന്താ മോനെ? അത് പിന്നെ എടാ മക്കളെ, 100 രൂപ ആണോടാ കയ്യില്? ഈ വട്ടം കറണ്ട് ബില്ല് 500 വന്നേ. എന്റെ ആകെ 400 ഉള്ളൂ. എടാ ഉണ്ടോ? 5 പൊട്ടിച്ചാ മതിടാ. അല്ലേ, പിന്നെ എന്റെ പരിചയത്തില് ഒരു വക്കീലുണ്ട്. പുള്ളിയാകുമ്പോ റേറ്റ് കുറച്ച് ചെയ്തു തരും. വിളിച്ചേരട്ടെ? ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ, വിളിച്ചേരാം. ഓ, തൽക്കാലം ഇത്രയും തുണി മതി. എന്തായാലും നാളെ ഒരു ദിവസം ഇവിടെ എന്തായാലും നിൽക്കാൻ പറ്റത്തില്ല. എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കും. ചേട്ടാ, വണ്ടിയൊന്നും വരുന്നില്ലല്ലോ ഒന്ന് കേറി പോവാനായിട്ട്. അച്ഛനോ? ഇങ്ങേരിതോടെ പോന്ന്? എന്നാലും ആ തീരുമാനം നന്നായി മോനെ. ശരിയാ, ഇനി നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാല്ലോ. അളിയനും മോനോടെ അകത്തോട്ട് കയറിയട്ടെ. നാത്തു നല്ല മാമ്പഴ പുളിശ്ശേരിയും ചോറും ഉണ്ടാക്കി വെച്ചേക്കുന്നു, കഴിക്കാം. ഞങ്ങളിങ്ങി വന്നു കേട്ടോ. അളിയനും മോനെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും, നല്ല ക്ഷീണം കാണും. പിന്നെ മക്കളെ, നിങ്ങള് വീട്ടിൽ പോവല്ലേ, കഥയിന്റെ 2 മൂലയ്ക്ക് കാണണം കേട്ടോ. ഓക്കെ അളിയ, കഴിച്ചോട്ടോ. ഞാനൊന്ന് അങ്ങോട്ട് പോവാണ്. സന്തോഷം. ഇതാരാ? ഞാനേ തക്കുടു ഏജൻസിയിൽ നിന്ന് വന്നതായിരുന്നു മോന്റെ അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടി. അവൻ ഏതിന്റെ അഡ്മിഷൻ എടുക്കാനാ താല്പര്യം? റിസൾട്ട് വരുന്നതിന് മുന്നേ വന്നു. അവനെ പൈലറ്റ് ആക്കാൻ അളിയന്റെ ആഗ്രഹം അല്ലയോ അളിയ? എന്നാ പിന്നല്ലേ അതിന് പേപ്പറൊക്കെ ഒന്ന് ചെയ്തോ. അല്ലെ, ഞാനൊന്ന് കുളിക്കട്ടെ, ഭയങ്കര ക്ഷീണം. ദൈവമേ, എന്തേലും ഒരു വഴി കാണിച്ചു തരണേ.
അപ്പോൾ ഈ വാടക വീടിനൊക്കെ എന്തോ റേറ്റ് ആയിരിക്കും? എടാ ഇപ്പൊ റിസൾട്ട് വരും. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ JCB വിടും. ഇടിച്ചങ്ങ് വിളിക്കാം. കട്ടയൊക്കെ ഈക്വൽ ഷെയർ അല്ലേ, 4 പോകത്തുള്ളൂ. ആ വിട് നിങ്ങള്. ആ ഹോട്ടൽ വേണ്ടാ. അയച്ചേ അത് കൊള്ളത്തില്ല, ഫുഡൊന്നും കൊള്ളത്തില്ല. ഇത് കൂടിയത് നോക്ക്. ആ അത് തന്നെ, നമ്മൾ അന്ന് പോയില്ലയോ, അതിന്റെ ഇച്ചിരി വില നോക്ക്. റിസൾട്ട് വന്ന് വാ വാ നോക്കാം വാ 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 വാ. JCBയോ? വിട്ടോ റിസൾട്ട് ഇപ്പം വരും. ആ വന്ന് ലോഡായി റിസൾട്ട് വന്നു. എത്ര ഫുള്ളായി പ്ലസാ? പൊട്ടി. ജയിച്ചെന്നാണ് ഇനി ഇവര് കേട്ടെ. അല്ല, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര F കാണുന്നത്. നോക്ക്. JCB അടുത്ത കൊല്ലം മതി. ഞങ്ങൾ എന്തിനായിരിക്കും, ഞങ്ങൾ പോട്ടെ.